ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഈ ഒരു ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ആൻഡ് പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഓഡിയൻസ് ഒരു ഉഗ്രം കയ്യടി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സെറമണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്കറിയാം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെ കാണാനോ എൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒന്നുമല്ല. ഇതിൻ്റെ പിന്നിലും മുന്നിലെല്ലാം പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനുമായിട്ടാണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം. സോ ഈ സ്റ്റേജ് കുറച്ചും കൂടെ ധന്യമാക്കാൻ, കുറച്ചും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് വിശിഷ്ട വ്യക്തികളെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഇടം പിടിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാർ സാർ തുടങ്ങിവെച്ച ആദ്യ പടം മുതൽ തുടർച്ചയായിട്ടുള്ള 4 പടങ്ങളും ലാലേട്ടനെ വെച്ചുകൊണ്ടാണ്. സോ 40 years ഓഫ് ഫിലിം ജേർണി ലാലേട്ടൻ എത്തി നിൽക്കുമ്പോൾ 40 വർഷത്തിന് ശേഷം ലാലേട്ടൻ്റെ ആ മൂവി വീണ്ടും റീലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ധന്യമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. സോ ഏറെ ബഹുമാനപൂർവ്വം ദേവദൂതൻ്റെ പ്രൊഡ്യൂസർ സിയാർ കോക്കർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊമിക് കഥകളായിക്കോട്ടെ, പ്രണയ പശ്ചാത്തലമായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി പുലർത്തുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ്, അവർ ഫേവറേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളികളുടെ പാട്ട് സംസ്കാരത്തിന് പുതിയ ഭാവനകൾ തീർത്ത പ്രിയപ്പെട്ട കവി, ഗായകൻ, സംഗീത സംവിധായകൻ, ബഹുമാനപ്പെട്ട പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുച്ച് കുച്ച് ഹോത്താ ഹേ, ക്രിഷ്, റൗഡി റാവുത്തോർ, ജയ് ഹോ തുടങ്ങിയ ഒരുപാട് ഹിറ്റ് സിനിമകളോടെ നമ്മുടെ ഏവരുടെ പ്രിയങ്കരനായി മാറിയ DOP സന്തോഷ് തുണ്ടേലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയുടെ സോളായ നിഖിൽ മഹേശ്വറിനെ അനശ്വരമാക്കി തീർത്ത നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ആക്ടർ വിനീത് കുമാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഫൈനലി, ഒരു മനുഷ്യന് ഒരു ആത്മാവുണ്ടാകും, എന്നാൽ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന് ആത്മാവുണ്ടാകണമെങ്കിൽ അത് ദേവദൂതനിലെ വിശാൽ കൃഷ്ണമൂർത്തിയെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ ലോക സിനിമയിലെ ഒരേ ഒരു നടന വിസ്മയം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ദ കംപ്ലീറ്റ് ആക്ടർ, വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. സോ നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 24 വർഷത്തിന് ശേഷം ഒരു സിനിമ, അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുമ്പ് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടും അന്ന് സ്ഫടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു. അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കൊമേഴ്സ്യലായി മാത്രം സക്സസ് ആകാതെയും പോയൊരു സിനിമയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ്. അങ്ങനെ ഒരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരാഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത്.
എന്തുകൊണ്ടോ അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷേ അതിലെ പാട്ടുകൾ എത്രയോ കാലമായി ഹിറ്റാണ്. അതിലെ സീൻസുകൾ എത്രയോ കാലമായി ആളുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ന് ഇന്ത്യൻ 2 ചെയ്യുന്ന മുത്തുരാജ് ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്ത സിനിമയാണ്. അന്നത്തെ പാട്ടുകൾ എല്ലാം അതുപോലെ തന്നെ ജയപ്രദ തൊട്ട് ഇവിടെ ഈ പറയാൻ പോയാൽ ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷേ ഒരുപാട് നമ്മൾ സമയം കളയാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും അന്ന് അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സിബി സാറ് സംരംഭത്തിലേയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അന്ന് നരസിംഹം എന്ന് പറഞ്ഞ സിനിമ, ആശീർവാദ് സിനിമാസിൻ്റെ നരസിംഹം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ. അപ്പോൾ ചേട്ടനെ വെച്ച് ഇങ്ങനെ സിനിമ ചെയ്യുമ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു, നമ്മളൊരു ആക്ഷൻ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്കത് മനസ്സിലായി. എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തിൽ എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്രയോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിൻ്റെ 37 വർഷം 35 വർഷം. അപ്പോൾ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എത്രയെത്ര കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് കോക്കറിനെ കുറിച്ചാണ്. 1985 കൂടും തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു. ഈ നമുക്കെല്ലാവർക്കും അറിയാം, എറണാകുളം നഗരത്തിൽ മൈമൂൺ ലുലു തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കോക്കേഴ്സ് തിയേറ്ററും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത്. എന്നും എല്ലാ സിനിമകളോടും ഇഷ്ടവും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയോട് സ്നേഹമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ സിനിമ 91 മുഖചിത്രം സിനിമ സിയാദിക്കയുടെ തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ അന്ന് ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ വിളിച്ച് സന്തോഷമായിട്ട് പറയടോ നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്, ഇതിവിടെ 50 ദിവസം എന്തായാലും ഓടും എന്ന് പറയുന്ന അന്ന് അങ്ങനെ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് കൂടും തേടി എന്ന് പറയുന്ന സിനിമ, അന്ന് നമുക്ക് കൂടും തേടി എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ പോൾ ബാബു ആണ് ഡയറക്റ്റ് ചെയ്തത്. ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് PC ശ്രീറാം എന്ന ക്യാമറമാനാണ്. പലർക്കും അറിയില്ലാത്ത കാര്യമാണ്. PC ശ്രീറാമിനെയൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ അതിൽ വാചാലം എൻ മൗനം ആ പാട്ട് ഇന്നും എല്ലാവരും പാടുന്നുണ്ട്, ഏത് ഗാനമേളകളുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള സന്മനസ്സുള്ള സമാധാനം, മഴവിൽ കാവടി തൊട്ടുള്ള സംരംഭത്തിൽ എനിക്ക് പറഞ്ഞാൽ തീരാത്തത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിയാദക്കയുടെ ഒരു സിനിമകളിലെ പാട്ടുകൾ മാത്രം നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നാളെ തീരുള്ളൂ, അത്രയും ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പോൾ അത്രയ്ക്കും സിനിമയോട് ഇഷ്ടമുള്ള ഒരാൾ ചെയ്തൊരു സിനിമയാണ് ദേവദൂതൻ. സിയാദ് കോക്കർ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവ് ഇങ്ങനെയൊരു ഈ കാര്യം രണ്ടാമത് ഇതുപോലെ റീലോഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരു വലിയ ഒരു മഹത്തായ കാര്യമാണ്. അതിന് വേണ്ട എല്ലാ സഹായം ചെയ്തുകൊണ്ട് ലാലേട്ടനും കൂടെ ഉണ്ട്, സിബി സാറ്, ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ സ്വാഗതം പറയേണ്ടതുകൊണ്ട് പറയാണ്. ഇങ്ങനെയൊരു വലിയ കാര്യം ചെയ്യുന്ന ശ്രീ സിയാദ് കോക്കറിന് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലാലേട്ടന് സ്വാഗതം കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാവരുടെയും പറഞ്ഞതിന് ശേഷം ചേട്ടനെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയുമ്പം സിബി സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകൾ. ഇന്നലെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴും ഭരതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞു. ആ ഭരതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വന്നതിന് ശേഷം ആ സിനിമ ഉണ്ടായ കഥ, അത് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പക്ഷേ വളരെ രസകരമായ കാര്യമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ നിന്നുണ്ടായ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത അത്രയോ മനസ്സിലുള്ള സിനിമ. അതുപോലെ കിരീടം തൊട്ട് എത്രയോ സിനിമകൾ. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാഴികക്കല്ലാണ്.
സിബി സാറിന് ഈ ഇതിൻ്റെ കോക്കേഴ്സിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത്, ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതുപോലെ എൻ്റെ മുഖം എന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിബി സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ, എൻ്റെ ലാലേട്ടൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിലെത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത്. അതുവരെയും എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കരളെ നിൻ കൈപിടിച്ചാൽ എന്നുള്ളൊരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക ദാസേട്ടൻ്റെ ശബ്ദത്തിൽ, കൈതപുരം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം, വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് NS തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ്. അപ്പോൾ അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവനെ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, നിങ്ങൾ കേട്ടൊരു സോങ്ങാണ്. അതിനകത്ത് കരളേന്ന് കൈ പിടിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും. അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത്, ഇപ്പോൾ ശ്രീ സാർ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം അതിഗംഭീരമായിട്ടാണ്. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് വന്നൊരു മൊമെൻറ്റാണ്. അത് വീണ്ടും തിയേറ്ററിൽ 4K വരുമ്പോൾ അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ, സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ദേവദൂതൻ. കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത്. ആ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുമെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നിങ്ങളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം, ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവ്വം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ലാൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ഇതിലേറ്റവും ചെയ്തൊക്കെയായിട്ട് ഞാൻ ചോദിക്കായിരുന്നത്, വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? കാര്യം ഇത് 24 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം. പക്ഷേ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ സിനിമയുടെ പ്രിൻ്റ് പ്രസാദിലുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് സിനിമകളുടെ പ്രിൻ്റുകൾ ഇല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതൊന്ന് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്നുള്ളതാണ്. ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമകളിലൊന്നാണ്. ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിരുന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട്. എന്തൊരു മഹാനുഭാവലു ആയാലും മറ്റ് പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതിലെൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ജയപ്രദ, വിജയലക്ഷ്മി എന്നല്ല കുട്ടി, അതെ, മുരളിച്ചേട്ടൻ, മുരളി, ഒരുപാട് പേര്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കാരണം കാണും. അന്ന് ആർക്കോ എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ സിബിയോട് ചോദിക്കായിരുന്നു, നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ്
ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു. അതിൻ്റെ സൗണ്ടായാലും മ്യൂസിക്കായാലും ക്യാമറയായാലും എല്ലാം. പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല? എത്രയോ വലിയ സിനിമകൾ, നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസറില്ല. ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ സിബി അതിനെ വീണ്ടും റീ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ്. എത്രയോ നല്ല സിനിമകൾ. ഇപ്പം ആൻ്റണി ഇവിടെ പറഞ്ഞ രണ്ട് സിനിമകളെന്ന് പറഞ്ഞാൽ സദയം, ഒരു സിനിമ സദയമാണ്. പിന്നെ ഏത് സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത്? ദശരഥം. അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമില്ല. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയതിലൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം, അല്ലേ? ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ്. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറിപ്പോയി. ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു. അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സിനിമകളുടെ. പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിയാദ് കെയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ. അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ. ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ദൈവദൂതൻ എന്ന ഈ ഒരു ക്ലാസിക് മൂവിയുടെ അണിയറ പ്രവർത്തകരെയും ആക്ടേഴ്സിനെയും ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ സിബി മലയിൽ സാറിനെയും സിയാദ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യെസ്, ദേവദൂതൻ ടീമിൻ്റെ വക ഒരു ടോക്കൺ ഓഫ് ലവ്. ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം. മൈക്കുകൾ ഒന്ന് അവരുടെ ഇടയിലേക്ക് എത്തിക്കുക. നമസ്കാരം. എന്തായാലും ഈ പുതിയ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൽ ഒത്തിരി സന്തോഷം. അത് സിയാദ്ക്കാക്കും അതോടൊപ്പം ലാലേട്ടനും ഈ ടീമിന് എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ലാലേട്ട വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം, അന്നത്തെ ഒരു മുഹൂർത്തമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുക കോസ്റ്റ്യൂമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക? അങ്ങനെ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പം ഓർക്കാനുള്ളതല്ല, അത് ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ, നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സിങ്ങുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സാധാരണ പല സിനിമകളിലും അങ്ങനെ സംഭവിക്കാറില്ല, എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാറുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷം തോന്നും. അപ്പം അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഒരു താങ്ക്സ് പറയുന്നു. കാര്യം ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ലല്ലോ.
അപ്പം കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിലും ഇപ്പോൾ ദേവദൂതം സ്ഫടികം നേരത്തെ വന്നു, ഇപ്പോൾ ദേവദൂതം വരുന്നു. ഇനി ലാലേട്ടനും മനസ്സിൽ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവരും? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമല്ലോ. അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എല്ലാ സിനിമയും എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡുണ്ടായി അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ലാലേട്ട ഈ സിനിമയിലെ ഏറ്റവും ഐക്കോണിക്കായ ഡയലോഗാണ് അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന വരി. അപ്പോൾ അത് പറയുമ്പോൾ ലാലേട്ടൻ്റെ കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു ജീവസാക്ഷാത്കാരം ലഭിച്ചൊരു സംഗീതജ്ഞൻ്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങളതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷേ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണെന്നാണ്. ലാലേട്ടൻ ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ്? അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷമല്ലേ അതിപ്പം തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെ ആയിരിക്കും. ദൈവത്തിൻ്റെ മുകളിലുള്ള ഒരാളാണ്. അതാരാണെന്ന് അറിയില്ല എനിക്ക്. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടമുണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ടൊരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനെയല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുക, ഇത് റീമാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക, പല സിനിമകളുടെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും അപ്പോൾ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അല്ലേ. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്നൊരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിബി സാറൊക്കെ പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ അടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞു? ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു, ഇവർ രണ്ടുപേരും ഒന്ന് കാണുക. വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞ് ഇവർ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്ത ഒരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ കാര്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഇങ്ങനൊരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോടും എന്തോ പറഞ്ഞതാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ. നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളതൊരു നിയോഗം കൂടിയാണ്. അപ്പോൾ ആ നിയോഗം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിബി സാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലെത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ, നമ്മൾ പറയില്ലേ ചില കനികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ, അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ അതിന് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കോക്കേഡ് സിനിമയായിട്ട് 3-4 സിനിമകൾ ചെയ്തു. ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും. സിയാദക്കായും ലാലേട്ടനൊക്കെ ഒരുമിച്ച്. ആ വാക്ക് തന്നെയാണ്, അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും. സിബി സാർ, ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നൊരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല. ഇതിലെ പ്രണയം വിശാലിൻ്റെ അല്ല. വിശാൽ 2 പേർക്കിടയിലെ പ്രണയത്തിൻ്റെ പാലമായി മാറുന്നേ ഉള്ളൂ. അപ്പം അതിലേക്കൊരു അന്നും ലാലേട്ടൻ 2000-കളിലൊരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാവുക, ആ ചോയ്സിനെ സിബി സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല. ആദ്യം എഴുതുമ്പോൾ ഒരു 7 വയസ്സുകാരൻ കുട്ടിയായിരുന്നു എൻ്റെ പ്രോട്ടഗണിസ്റ്റ്.
അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ലാൽ കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. പക്ഷേ ലാൽ വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു എന്താണ് മാനം ഉണ്ടാകുകയാണ്. ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതും. കാരണം അന്ന് ഒരു സാധാരണ ഒരു ന്യൂ കമറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്. ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ഓഡിഷന് 2 മാർക്ക് കൊടുത്ത നടൻ പിന്നീട് 2 ദേശീയ അവാർഡ് വാങ്ങിക്കുക, ദേവദൂതനെ പോലെ കാലത്തിന് അതിജീവിച്ചൊരു സിനിമയിൽ നായകനാവുക, ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അന്ന് കൊടുത്ത 2 മാർക്കിൽ 2 നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാലു ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 2-3 തവണ ഇനിയും കിട്ടുമായിരുന്നു എന്ന്. അതിൻ്റെ പാട്ടിലെ ഏറ്റവും ഹിറ്റ് ആ കീബോർഡിൽ നിന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിൻ്റെ ഇതാണ്. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു? ലാലേട്ടൻ ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ് സിബി സാറ്? അല്ല, ഇതൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ഒരു എന്താണ് ലാലെപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. ഇതൊന്നും വലിയ പ്ലാൻ ചെയ്യും. ഇപ്പം നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു. ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല, അത് അപ്പോൾ സംഭവിച്ച സിനിമകളാണ്. അതേപോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ അതേതോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഈസ് എ ബോൺ ആക്ടർ. 24 വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ 24 വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടനും സിയാദക്കായി നിങ്ങൾ 3 പേരിരിക്കുമ്പോൾ എന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ? ഒന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ. ഓർണം മതി. ഞങ്ങളുടെ എല്ലാ ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ്, ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അപ്പം എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ നിന്നൊന്നും മാത്രം വേർതിരിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല. സിയാദക്കാക്ക് എന്താ പറയാണെന്നത്? അല്ല, ഞാൻ പറഞ്ഞ തിരുമേനി അവിടെ ഇരിപ്പുണ്ട് പുള്ളി. അപ്പോൾ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരികൾ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിന് വരികൾ എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് കഴിഞ്ഞില്ലേ? സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രസ് മീറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ആക്ടേഴ്സ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആരും വീഡിയോസ് എടുക്കരുത്, പുറകിൽ ചെല്ലരുതെന്നൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിലേക്ക് ആക്ടേഴ്സ് പോകുമ്പോൾ ആരും വീഡിയോസ് എടുക്കരുത്.